ശ്രീമന്നാരായണീയം ദശകം 8 നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർം നിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 13. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാദാലയ വാസ വിഷ്ണു. ഭഗവാന്റെ പൊക്കിൾക്കുഴിയിൽ നിന്നും ഉയർന്നു വന്ന താമര മൊട്ട് വിടർന്നു. ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച വേദ സമൂഹങ്ങളോടുകൂടിയ പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടായി എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. നനു പരാത്മൻ, പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, വാതാലയവാസ ഗുരുവായൂരപ്പ വിഷ്ണു. അസ്മിൻ പാത്മകൽപ്പെ, ഈ പാത്മകൽപ്പത്തിൽ ഇത്തം ഇപ്രകാരം ഉത്ഥാപിത പത്മയോനി, ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും. പത്മയോനി എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവ്. അനന്തഭൂമ, അപരിച്ഛിന്ന മാഹാത്മ്യശാലിയും ആയ അവിടുന്ന്. പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പൻ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. നമ്മൾ നാരായണീയം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഈ കൽപ്പത്തില് ഇപ്രകാരം ബ്രഹ്മാവിനെ താമരപ്പൂവില് ആവിർഭവിപ്പിച്ചവനും ഉണ്ടാക്കി തീർത്തവനും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള മാഹാത്മ്യങ്ങളുള്ളവനും അങ്ങനെയുള്ള മാഹാത്മ്യശാലിയും ആയിട്ടുള്ള അവിടുന്ന്. മമ രോഗരാശി നിരുന്ധി, എൻ്റെ രോഗരാശി, രോഗസമൂഹത്തെ, എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റി. ഇവിടെ വാദം മൂലം ഉണ്ടായിട്ടുള്ള പുറമേയുള്ള രോഗങ്ങളെയും രാഗാദികളായിട്ടുള്ള ഉള്ളിലുള്ള ആ രോഗങ്ങളെയും എല്ലാം തീർത്തു തരണമേ എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. ഇപ്രകാരം ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ ഉയർത്തിക്കൊണ്ടുവന്നവനും അനന്തമായിട്ടുള്ള മാഹാത്മ്യങ്ങളുള്ളവനും പരബ്രഹ്മസ്വരൂപനുമായുള്ള ഭഗവാൻ എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈ ദശകം അവസാനിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.